മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അമർ ഇലാഹിയുടെ ഖബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മൃതദേഹം വീട്ടിൽ നിന്നും എടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അമറിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് ഖബറടക്കത്തിനായി കൊണ്ടുപോകുന്നത് രാവിലെ മുതൽ വലിയ ജനത്തിരക്ക് ഈ പ്രദേശമാകെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. വലിയ തോതിൽ ആളുകൾ സങ്കടപ്പെടുന്ന ഒരു കാഴ്ച. കാര്യം വളരെ ചെറിയ പ്രായമാണ്. 24 വയസ്സെന്ന് പറയുമ്പോൾ 22 വയസ്സെന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായമാണ്. ആ പ്രായത്തിൽ ഒരാളുടെ ജീവൻ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു നാടിന് താങ്ങാവുന്നതിന് അപ്പുറമാണ് എന്നുള്ളത് ഇവിടുത്തെ ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാണ്. വലിയ തോതിൽ ജനസഞ്ചയമാണ് ഇങ്ങോട്ടേക്ക് അമറിനെ കാണാനും അവരുടെ സുഹൃത്തുക്കളടക്കമുള്ള രാവിലെ തന്നെ ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് മോട്ടോർ ശേഷം മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ മൃതദേഹം ഇപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് രാവിലെ 3 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ തന്നെ അവിടേക്ക് ആളുകളുടെ അവസാനമായി അമർ ഇലാഹിയെ കാണാൻ ആളുകളുടെ ഒഴുക്കായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾക്കാണ് ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആൽവിൻ തോമസ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. ആൽവിൻ, കുറച്ച് മുൻപ് മന്ത്രി അവിടെ എത്തിയിരുന്നു, റോഷി അഗസ്റ്റിൻ എത്തിയിരുന്നു. ഈ ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അദ്ദേഹം നൽകിയതും. പക്ഷേ ഇതൊക്കെ ഒന്ന് നടപ്പായി കിട്ടിയാൽ മതി. ഇതൊക്കെ ഈ പറച്ചിലിൽ മാത്രം നിന്നു പോകരുത്. ഇതൊക്കെ ഇനി ഉണ്ടാകണം. ഇനി ഒരു മനുഷ്യനും ജീവൻ നഷ്ടപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും നമ്മളുടെയൊക്കെ ആവശ്യവും. അത്തരത്തിലൊരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ മൃതദേഹത്തെ മന്ത്രി അടക്കമുള്ളവർ അനുഗമിക്കുന്നുണ്ടോ? മാത്യു കുഴൽനാടനെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ വീട്ടിലെത്തിയപ്പോൾ ധനസഹായം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, അദ്ദേഹത്തിനോട് ഇവിടെയുള്ള ആളുകൾ വലിയ തോതിൽ അവരുടെ വിഷമവും വികാരവും ഒക്കെ പ്രതിഫലിപ്പിച്ച രീതിയിലാണ് ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞത്, നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. നിരന്തരമായി അവർ ആവശ്യപ്പെടുകയാണ് ഈ വനമേഖലയിലടക്കം അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനകൾ കടക്കാതിരിക്കാനായിട്ട് വൈദ്യുതി വേലികൾ സ്ഥാപിക്കണം എന്നുള്ളത്. അതുപോലും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആശങ്കയായി അവർ പറയുന്നത്. ഇപ്പോഴും ഈ പ്രദേശത്ത് നമ്മൾ രാവിലെ കണ്ടതുപോലെ ഈ പ്രദേശത്തെ ജനങ്ങൾ കൂടി സഹകരിച്ചുകൊണ്ട് വനംവകുപ്പിന്റെ ഒരു ഒറ്റവേലി വൈദ്യുതി കമ്പി തന്നെ മാത്രമാണ് ഉള്ളത്. ആ പ്രദേശത്തൊക്കെയും വളരെ കൃത്യമായി ഫെൻസിങ് വെച്ചാൽ അല്ലെങ്കിൽ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ഈ കാട്ടാന ശല്യത്തെ തടയാൻ കഴിയുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവർക്ക് അത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ആൽവിലേക്ക് മടങ്ങി വരാം. ആസിഫിലേക്ക് കൂടി പോവുകയാണ്. ആസിഫ്, മൃതദേഹം പള്ളിയിലേക്ക് എത്തിയോ? തീർച്ചയായും ഇപ്പോൾ മൃതദേഹം പള്ളിക്ക് അകത്തേക്ക് എടുക്കുകയാണ്. ഇനി ഇവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. മയ്യത്ത് നമസ്കാരം 2-3 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇനി പള്ളിക്ക് ഉള്ളിൽ വെച്ച് നടക്കുക. അതിനുശേഷമാണ് മൃതദേഹം ഖബർസ്ഥാനിലേക്ക് എടുക്കുക. ഇപ്പോൾ പള്ളി അങ്കണത്തിലേക്ക് മൃതദേഹം എത്തിയിരിക്കുകയാണ്. 100 കണക്കിന് വരുന്ന ആളുകൾ ഈ ഒരു മൃതദേഹത്തെ ഇപ്പോൾ അനുഗമിക്കുന്നുണ്ട്. കാരണം ഈ രാവിലെ മുതൽ തന്നെ നാടൊന്നാകെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പുലർച്ചെ 3:30 കൂടിയാണ് അമറിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഗങ്ങളിലുള്ള ബന്ധുക്കളും കുടുംബാദികളും കൂടാതെ തന്നെ ഈ നാട്ടിലുള്ള മനുഷ്യർ മുഴുവൻ ഇങ്ങോട്ട് വരുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. അവർ ഈ കാട്ടാന ശല്യം അടക്കം ഇല്ലാതാക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത്. പക്ഷേ അതിനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ പള്ളിക്ക് ഉള്ളിലേക്ക് മൃതദേഹം എത്തിയിരിക്കുകയാണ്. ഇനി പള്ളിക്ക് ഉള്ളിൽ മൃതദേഹം വെച്ചതിന് ശേഷം അതിന് പിന്നിൽ അണിനിരന്നുകൊണ്ട്
ആളുകൾ ഒരു ചെറിയൊരു പ്രാർത്ഥന നടത്തും. അതിനുശേഷമാണ് മൃതദേഹം കബറടക്കാൻ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുക. ഇനി ഒരു വളരെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് നടക്കേണ്ടതുള്ളത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പള്ളിക്കുള്ളിലെ പ്രാർത്ഥന നടത്തും. അതിനു മുമ്പ് ചെറിയ രീതിയിലുള്ള ഒരു സംസാരം പൊതുവെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരണമെന്നുള്ള ഒരു ആവശ്യമടക്കം അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായി ഉണ്ടാകും. അതിനുശേഷം ഒരു നമസ്കാരം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് മൃതദേഹം എന്തായാലും ഖബർസ്ഥാനിലേക്ക് എടുക്കുക. എന്തായാലും അതിദാരുണമായ ഒരു സംഭവത്തിൽ കൊല്ലപ്പെട്ട യുവാവാണ് അമർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇതടക്കമുള്ള പ്രദേശങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഫെൻസിംഗ് അടക്കമുള്ള സ്ഥാപിക്കണമെന്നുള്ള കാലങ്ങളായുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അത് കൃത്യമായി നടപ്പിലാക്കുന്നില്ല. മാത്രമല്ല ഇത് രാവിലെ നമ്മൾ എത്തിയപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കണ്ടതാണ്, കാണിച്ചു കൊടുത്തതാണ്. കാരണം ഈ ഒരു പ്രദേശത്ത് നാട്ടുകാർ സ്ഥാപിച്ച ഫെൻസിംഗ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വനം വകുപ്പ് ഇടപെട്ടുകൊണ്ട് മറ്റ് നടപടികളിലേക്കോ മറ്റോ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി നാട്ടുകാർ ഒറ്റവരി ഫെൻസിംഗ് തീർത്താണ് ഇവിടെ സംരക്ഷണം തീർത്തിരുന്നത്. അതിനപ്പുറത്തേക്കുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവ് അടക്കമുള്ളവർ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ തന്നെ ഉണ്ട്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പള്ളിക്കുള്ളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. മൃതദേഹം ഏറ്റവും മുന്നിൽ വെച്ചതിന് ശേഷം അതിന് പിന്നിൽ ആളുകൾ ഇങ്ങനെ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രൂപമാണ് ഈ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ മയ്യത്ത് മറമാടുന്നതിന് മുമ്പുള്ളത്. ആ പ്രാർത്ഥനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. രാവിലെ ഒരു സഹോദരിയാണുള്ളത്. ആ സഹോദരി ഒരു ഘട്ടത്തിൽ ആ മൃതദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ആ ജീവിച്ചിരിക്കുന്ന തൻ്റെ അനിയന്റെ ആ ഓർമ്മകൾ മതി എന്നുള്ള ഒരു അത്രത്തോളം സങ്കടകരമായ ഒരു അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. തൻ്റെ അനിയനെ ഒരു വേള കാണുന്ന വേളയിൽ ആ സഹോദരി സങ്കടം സഹിക്കുകയ്യാതെ താഴേക്ക് വീഴുന്നത് നമ്മൾ കണ്ടു. മറ്റ് സമീപത്തുള്ള ബന്ധുമിത്രാദികൾ അടക്കമുള്ളവർക്ക് ആ ഒരു വിഷമം ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടു. മറ്റൊന്ന്, ഈ നാട്ടിലെ വളരെ ചുരുങ്ങിയ ആളുകൾ ജീവിക്കുന്ന ഒരു നാടാണ്. ആ നാട്ടിലെ ആളുകൾ തമ്മിലുള്ള ബന്ധം അത്രത്തോളം വലുതുണ്ട്. കാരണം ഓരോ വീട്ടിലെയും ഓരോ ആളുകളും അവർ സ്വന്തം ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും പോലെ കഴിയുന്ന നാടാണ്. അത് മതത്തിന്റെയും ജാതിയുടെയും എല്ലാം അപ്പുറത്തേക്ക് ഒരുമിച്ച് ജീവിക്കുന്ന നാട്. അവർ ഒരുമിച്ച് ജോലി ചെയ്യുകയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉള്ള ഒരു നാട്. ആ നാട്ടിൽ സ്വാഭാവികമായും ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോൾ ആ നാടിന്റെ ഒന്നാകെയുള്ള വേദനയായി അത് മാറും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ പ്രതിഷേധം നടത്താൻ, ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ നാട്ടിൽ നിന്നുള്ള ആളുകളടക്കം മോർച്ചറിയിലേക്കും മറ്റും എത്തുന്നു. അമറിനു വേണ്ടി നീതി കിട്ടാൻ വേണ്ടി ശബ്ദിക്കുന്നു. MP അടക്കമുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. എന്തായാലും സർക്കാർ ഇപ്പോൾ സഹായധനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോഴും ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ സഹായധനത്തിന്റെ അപ്പുറത്തേക്ക് ഇനിയും ഒരു അമറെങ്കിലും ഈ നാട്ടിൽ ഉണ്ടാവരുത് എന്നുള്ള ആഗ്രഹമാണ് അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും പ്രാർത്ഥനാ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം ഈ മനുഷ്യരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഈ നാട്ടിൽ പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഘട്ടമല്ല നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ താഴെയാണ് വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയുടെ സമീപത്തേക്ക് ഇത്രത്തോളം ഇറങ്ങി തുടങ്ങിയത്. അതിനവർ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ മന്ത്രി എത്തിയപ്പോഴും MLA-മാർ എത്തിയപ്പോഴും ഈ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ആനകളെ പൂർണ്ണമായും തുരത്തണം. അതിന് നിങ്ങൾ പറയുന്നത് പോലെ കേവലം ഫെൻസിംഗ് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും പോരാ. കാരണം ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം. ഇതിനെ ഉൾക്കാടുകളിലേക്കോ മറ്റോ നാടുകടത്തേക്കോ അല്ലെങ്കിൽ ഒരിക്കലും ജനവാസ മേഖലകളിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിനെ ഈ കാട്ടിൽ നിന്ന് മാറ്റുകയോ ചെയ്യണമെന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം വനം വകുപ്പ് ഇവിടെ നട്ടിട്ടുള്ള തേക്ക് അടക്കമുള്ള മരങ്ങളുണ്ട്. ആ
മരങ്ങളുടെ അടിക്കാടുകൾ വെട്ടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നത്. ജനവാസ മേഖലയുടെ വളരെ അടുത്തുള്ള വളരെ ചുരുങ്ങിയ പ്രദേശത്തെ അടിക്കാടുകൾ മാത്രമാണ് വെട്ടിമാറ്റാൻ തയ്യാറാക്കുന്നത്. അല്ലാതെ ഈ ജനങ്ങൾ താമസിക്കുന്ന മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം പോലും ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേവലം ജനങ്ങൾ അവരുടെ ഫണ്ട് കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഫെൻസിങ്, ആ ഒറ്റവരി ഫെൻസിങ്, ആ ഫെൻസിങ്ങിൽ തന്നെ പല പ്രദേശങ്ങളിലും വന്യമൃഗങ്ങൾക്കുള്ളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത്രത്തോളം ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. അമർ കാട് അല്ലെങ്കിൽ അമർ ആ തേക്ക് എസ്റ്റേറ്റിന്റെ സമീപത്തേക്ക് ഇന്നലെ പശുവിനെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് അപകടമുണ്ടായത്. അങ്ങനെ പോയില്ലെങ്കിൽ പോലും ഈ വന്യമൃഗങ്ങൾക്ക് ജനവാസ മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 18 കാട്ടാനകളാണ് ഈ ഒരു സ്ഥലത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലയുറപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ കുറച്ചെണ്ണത്തിന് വനംവകുപ്പുള്ളിലേക്ക് തുരത്തിയിട്ടുണ്ട്. അപ്പോഴും ഇനിയും 3 കാട്ടാനകൾ ഈ ജനവാസ മേഖലകളിൽ തുടരുകയാണ്. അതിലുള്ള ഒരു കാട്ടാന കൂടുതൽ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുന്നതാണ് എന്നുള്ള കാര്യം നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിക്ക് ഉള്ളിൽ വിശ്വാസികളടക്കമുള്ളവർ പ്രാർത്ഥനയ്ക്കായി കയറിയിരിക്കുകയാണ്. പള്ളിക്ക് പുറത്ത് ഇതര മത വിശ്വാസികളടക്കമുള്ളവർ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ഈ നാട് ഒന്നാകെ ഇങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുണ്ട്. രാവിലെ പുലർച്ചെ നമ്മളിവിടെ എത്തുന്ന സമയത്തടക്കം സ്ത്രീകളടക്കമുള്ളവർ ആ പുലർച്ചെ അടക്കം ആ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും കാഴ്ചയുമായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള നിർദ്ദേശങ്ങളും മറ്റും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ട ഒരു ചെറുപ്പക്കാരനെയാണ് ഇപ്പോൾ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ നാട് ഒന്നാകെ ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഈ നാട്ടിൽ ഇത്രത്തോളം ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും നമ്മൾ കാണുന്നു. ഇപ്പോഴും ആ നാട്ടിലേക്ക് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം MLA മാരല്ലാതിരുന്നിട്ട് പോലും മറ്റ് MLA മാരടക്കമുള്ള ജനപ്രതിനിധികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കാരണം മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തി. അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടനും ആന്റണി ജോണും ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരുന്നു. അവർ ഈ ഒരു മൃതദേഹത്തെ പള്ളിയിലേക്ക് വന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരും വരുന്നുണ്ടായിരുന്നു. അവരുടെ മണ്ഡലത്തിന്റെ പ്രദേശങ്ങളടക്കം രൂക്ഷമായ രീതിയിലുള്ള കാട്ടാന ശല്യം ഉണ്ടാകുന്ന മേഖലയാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു ജീവൻ നഷ്ടപ്പെട്ടത് കോതമംഗലത്ത് ആന്റണി ജോൺ MLA-യുടെയും മാത്യു കുഴൽനാടന്റെയും മണ്ഡലത്തിന്റെ അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഈ ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന, വനത്തോടനുബന്ധിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ പ്രശ്നമായി അവർ എല്ലാവരും കരുതുന്നുണ്ട്. ആസിഫ്, മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അമർ ഇലാഹിയുടെ ഖബറടക്കം അതിനുള്ള നടപടികൾക്കാണ് തുടക്കമായിരിക്കുന്നത്. പള്ളിയിൽ ഇപ്പോൾ പ്രാർത്ഥന നടക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.